വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം പുതുക്കാടേക്ക് പോകാം. സലീഷ് ചേരുന്നുണ്ട്. സലീഷ്, പുതുക്കാട് മേഖലയിൽ എന്താണ് മഴയുടെ സ്ഥിതി ഇപ്പോൾ? സലീഷാണ് പുതുക്കാട് നിന്ന് ചേരുന്നത്. സലീഷ്, പുതുക്കാട് മേഖലയിൽ ഇപ്പോൾ എന്താണ് മഴയുടെ സ്ഥിതി? ലിബിഷെ, ഇന്ന് പുലർച്ചെ ഒരു 4 മണിയോട് കൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം ഒരു 5 മണിക്കൂറോളമായി മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കൂടുതലായും ഒരു ഭീതിയിലായിരിക്കുന്നത് കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങളാണ്. അവിടെയാണ് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളായ ഈ മേഖലയിൽ പാലപ്പള്ളി, കല്ലൂർ എന്നീ ഭാഗങ്ങളിലുള്ള മലയോര മേഖലകളിലാണ് ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നത്. ഇത്തരത്തിൽ നിരവധി വീടുകളിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. കല്ലൂർ മേഖലയിലും ആലങ്ങാട്, ചെമ്മങ്കണ്ടം മേഖലയിലും വെള്ളം കയറി. അതുപോലെ തന്നെ കാർഷിക വിളകൾ കാര്യമായി തന്നെ നശിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിയാക്കിയ നേന്ത്രവാഴ കൃഷി പൂർണ്ണമായും വെള്ളത്തിലായി എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തോടുണ്ട്, ചെമ്മങ്കണ്ടം തോട്. അതിന്റെ വശങ്ങൾ ഇടിഞ്ഞ് പറമ്പുകളിലൂടെയാണ് ജടിമാറി തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ മേഖലയിലെല്ലാം തന്നെ ചെറു റോഡുകളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട നിലയിലാണ്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് കടക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് റെഡ് അലർട്ട് ആയിട്ടും വിദ്യാലയങ്ങൾക്ക് അവധി നൽകാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥിതിയിൽ കുട്ടികൾ രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. വെള്ളക്കെട്ടും ശക്തമായ മഴയും കാറ്റും കുട്ടികളൊരു തീവ്രമായി ബാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രക്ഷിതാക്കളും ഒരു ആശങ്കയിലായിരുന്നു രാവിലെ മുതൽ. കാരണം കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ കഴിയാത്തൊരു അവസ്ഥ. കാരണം മൂടിക്കെട്ടിയ കാലാവസ്ഥയും ശക്തമായ മഴയും ഇതിനിടയിലൂടെ കുട്ടികൾ നടന്നു പോകേണ്ട കുട്ടികളും സൈക്കിൾ പോകേണ്ട കുട്ടികളും ഒക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ചാണ് ഇന്ന് ഈ രാവിലെ തന്നെ ഇത്രയും നേരം വരെ ഈ സ്കൂളിൽ എത്തുന്നത് വരെയുള്ള ആദി മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അത് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഫോണുകൾ വന്നിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലും കുറെ ആളുകൾ നമ്മളെ വിളിച്ചിരുന്നു. ഇത്തരത്തിലൊരു സാധ്യത കണക്കിലെടുത്ത് വിദ്യാലയങ്ങളിലുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ പേടിക്കേണ്ട എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം അധ്യാപകർ അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ രീതിയിൽ തന്നെയാണ് മഴ തുടരുന്നത്. അതുപോലെ കുറുമാലി, മണലിപ്പുഴ ഉള്ള ഒരു മേഖലയാണ് പുതുക്കാട് മേഖല. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഭീഷണിയാണ്. ഇന്ന് രാവിലെ തന്നെ പാലപ്പള്ളി മലയോര മേഖലയിൽ റബ്ബർ തോട്ടത്തിൽ തിരിച്ചുന്ന മലവെള്ളം വീടുകളിലേക്ക് എത്തുകയും അവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു കാര്യം തന്നെ ഉണ്ട്. കാരണം ഇത്ര മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ആ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടെന്നാണ് അവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുതുക്കാട് മേഖലയിൽ തിരുന്നുകൊണ്ടിരിക്കുന്നത്. സലീഷ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലാലിന്റെ അടക്കം വീടുകളിൽ വെള്ളം കയറി. വരന്തരപ്പള്ളി മേഖലയിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നാണ് നമുക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രാവിലത്തെ ഈ പറഞ്ഞതുപോലെ തോട്ടത്തിൽ നിന്നും മലവെള്ളം ഒലിച്ചിറങ്ങിയാണ്, കുത്തിയൊലിച്ച് വന്നാണ് MP വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലാലിന്റെ വീട് ഉൾപ്പെടെയുള്ള കുറച്ച് വീടുകളിലേക്ക് വെള്ളം കയറിയത്. അത് അവിടെ റബ്ബർ തോട്ടത്തിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. ആ വെള്ളം മുൻ കാലങ്ങളിലൊക്കെ വെള്ളം ഒഴുകിയെത്തുന്നത് കണ്ട് ആ നാട്ടുകാർ അവിടെ പറഞ്ഞിരുന്നു തോട്ടത്തിലൂടെ തന്നെ ഈ വെള്ളം ഒഴുക്കിക്കളയാനായിട്ട് കാല തീർക്കണമെന്നൊരു ആവശ്യം നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ അത് തോട്ടം മാനേജ്മെന്റ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിനൊരു ഫലം തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ വെള്ളം കുത്തിയൊലിച്ച് വീടുകളിലേക്ക് എത്തുന്നത്. ഇത് മഴ കനക്കുകയും അതുപോലെ തന്നെ മലമുകളിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വീടുകളിലേക്കൊക്കെ കാര്യമായ രീതിയിൽ തന്നെ വെള്ളം എത്താൻ സാധ്യത ഏറെയാണ്.